സ്നേഹജൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശരണ്യ, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം 6 പേരാണ് അവിടെ നിന്നും കുവൈറ്റിൽ ജോലിക്കായി പോവുകയും ഇത്തരത്തിലൊരു അപകടത്തിൽ മരിക്കുകയും ചെയ്ത് വലിയ ഞെട്ടലിലായിരിക്കും നാട്. ശരണ്യ ഇപ്പോൾ എവിടെയാണുള്ളത്? വിവരങ്ങൾ. അശ്വതി, വളരെ ഞെട്ടൽ തന്നെയാണ് പത്തനംതിട്ട ജില്ല. കാരണം ഇപ്പോൾ 6 പേരുടെ മരണമാണ് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ സ്ഥാപന ഉടമയുടെ നാട് കൂടി പത്തനംതിട്ട ആയതിനാൽ അവിടെ നിന്ന് ധാരാളം പേർ ജോലിക്കായി കുവൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ രാവിലെ 4 മരണമാണ് സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ വീണ ജോർജ് മന്ത്രി ആകാശിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ആ മരണം 5ആയി സ്ഥിരീകരിക്കുന്നു. പിന്നീട് ഒരാൾ കൂടി മരിച്ചു എന്നുള്ള വിവരമാണ്. മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: മുരളീധരൻ നായർ, വാഴമുറ്റം, പത്തനംതിട്ട. വാഴമുറ്റം സ്വദേശിയായ മുരളീധരൻ നായറിന് 61 വയസ്സാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത ആദ്യം അറിയുന്നു. പിന്നീട് 31കാരനായ ആകാശ് നായരുടെ വിവരം ലഭ്യമാകുന്നു. മുടിയൂർക്കോണം പന്തളം സ്വദേശിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ സാജു വർഗീസ്, അട്ടച്ചക്കാൽ, കോന്നി, പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ പോയിരുന്നു. എല്ലാവരുടെയും വീടിന്റെ സാഹചര്യം, ഈ കുടുംബങ്ങളുടെ എല്ലാം അത്താണിയായിട്ടുള്ള ആളുകളാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഈ ആകാശെ സംബന്ധിച്ചിടത്തോളം ആകാശിന്റെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അമ്മയും സഹോദരിയും ഉണ്ട്. ഈ അമ്മയും സഹോദരിയും ആകാശും അടങ്ങുന്നതാണ് കുടുംബം. ആകാശിന്റെ അച്ഛൻ 2 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ്. പിന്നീട് ആ കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയവും ആകാശായിരുന്നു. കുവൈറ്റിൽ 8 വർഷം ജോലി ചെയ്തു, വീട് പണിതു, സഹോദരിയുടെ വിവാഹം നടത്തി. അതിനുശേഷം പിന്നീട് ഈ ഓണത്തിനെത്തി സ്വന്തം വിവാഹത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ആകാശിന്റെ മരണവാർത്ത കുടുംബത്തെ തേടിയെത്തിയത്. സമാനമായ സാഹചര്യം ഈ സജു വർഗീസിന്റെയും ഉണ്ട്. 2 പെൺകുട്ടികളാണ്, ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ 22-ാം തീയതി വരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇന്നലെ ഇത്തരം ദാരുണമായൊരു സംഭവം ഉണ്ടാവുകയും സജു വർഗീസ് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പോയത് തോമസ് സി ഉമ്മന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ സാഹചര്യവും വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. ഭാര്യയും ഒരു പെൺകുട്ടിയും ചെറിയ ഒരു പെൺകുഞ്ഞുമാണ് ഉള്ളത്. അവരുടെ വീട്ടിൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തഹസിൽദാർ എത്തി ഔദ്യോഗികമായി തോമസ് ഉമ്മന്റെ വീട്ടിൽ മരണവിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം മാത്യു തോമസ് എന്ന വ്യക്തിയുടേതാണ്. ഇപ്പോൾ മന്ത്രി ആകാശിന്റെ വീട് സന്ദർശിച്ചപ്പോൾ സ്ഥിരീകരിച്ച മരണം. അദ്ദേഹം നിരണം സ്വദേശിയാണ്, പക്ഷേ പാണ്ടനാട് ആണ് ഇപ്പോൾ താമസം എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മറ്റൊന്ന് 31 വയസ്സുകാരനായ സിബിൻ ടി എബ്രഹാമിന്റെ മരണമാണ്. തേവരോട്ട് കീഴ്വായ്പൂറാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്നുള്ളത്. ഇത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിരവധി സ്വപ്നങ്ങളുമായി പോയ 6ഓളം പേരാണ് മരണപ്പെട്ടത്. അത് ദയനീയമായ സാഹചര്യത്തിൽ, ദാരുണമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ളത്. പല കുടുംബങ്ങളെയും വിവരങ്ങൾ അറിയിച്ചിട്ടില്ല, അവരുടെ ഉറ്റ ബന്ധുക്കളെ. കാരണം എപ്പോഴാണ് മൃതദേഹം വിട്ടുകിട്ടുക എന്നതിനെ സംബന്ധിച്ചൊക്കെ അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് ഓരോ വീട്ടിലും മരണവിവരം അറിയിക്കുന്നത്. പക്ഷേ അതേ സമയം തന്നെ അവരുടെ വീടുകളിൽ ഇതെപ്പോൾ എത്തിക്കുമെന്നറിയാത്തതുകൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ പല വീടുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉറ്റ ബന്ധുക്കളായ ഭാര്യ അടക്കമുള്ള അടുത്ത ആളുകളെ അറിയിക്കാത്ത പല വീടുകളുമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമുള്ള വീടുകളുണ്ട്. അത്തരത്തിൽ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട ജില്ല പോകുന്നു എന്നുള്ളതാണ്. 6 മരണമാണ് പത്തനംതിട്ടയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശരി, എന്തായാലും 6 മരണമാണ് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശരണ്യ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിലേക്ക് ശരണ്യ എത്തിയപ്പോഴും കണ്ടത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് അതിൽ ചെറിയ ആകാശിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. വിവാഹത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആകാശാണ് മരിച്ചത്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും വീട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന സജു വർഗീസ്. അത്തരത്തിൽ വലിയ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓരോ കുടുംബങ്ങളിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്നും ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. 6 കുടുംബങ്ങൾക്കാണ് അത്താണി ഇല്ലാതായിരിക്കുന്നത് എന്നുള്ളത്.